രാത്രി ആകാശത്തേക്ക് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ വളരെ അടുത്താണെന്ന് തോന്നും. എന്നാൽ ഏറ്റവും അടുത്തുള്ള നക്ഷത്രത്തിലേക്ക് പോലും എത്താൻ മനുഷ്യൻ നിർമ്മിച്ച ഏറ്റവും വേഗതയേറിയ വാഹനത്തിന് പോലും ആയിരക്കണക്കിന് വർഷങ്ങൾ വേണ്ടിവരും. എന്തുകൊണ്ടാണ് ഈ ദൂരം ഇത്ര അസാധ്യമായത്? നമുക്കാദ്യം ദൂരത്തിൻ്റെ യഥാർത്ഥ തോത് മനസ്സിലാക്കാം. ചന്ദ്രനിലേക്ക് 3 ദിവസം കൊണ്ടെത്താം. ചൊവ്വയിലേക്ക് 7 മാസങ്ങൾ വേണം. എന്നാൽ സൗരയൂഥത്തിന് പുറത്തുള്ള ഏറ്റവും അടുത്ത നക്ഷത്രം പ്രോക്സിമ സെന്റോറി, അത് 4.24 പ്രകാശവർഷം അകലെയാണ്. ഒരു പ്രകാശവർഷം എന്നാൽ പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ്. സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന പ്രകാശം. ഈ വേഗതയിൽ സഞ്ചരിച്ചാൽ പോലും പ്രോക്സിമ സെന്റോറിയിലെത്താൻ 4 വർഷത്തിലധികം വേണം. മനുഷ്യൻ നിർമ്മിച്ച ഏറ്റവും വേഗതയേറിയ വാഹനങ്ങളിലൊന്നാണ് വോയേജർ 1. സെക്കൻഡിൽ 17 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്നു. ഇത് വളരെ വേഗതയേറിയതായി തോന്നാം. എന്നാൽ ഈ വേഗതയിൽ പ്രോക്സിമ സെന്റോറിയിലെത്താൻ എത്ര സമയം വേണ്ടിവരുമെന്നറിയാമോ? ഏകദേശം 73,000 വർഷങ്ങൾ. മനുഷ്യ നാഗരികതയുടെ മുഴുവൻ ചരിത്രത്തേക്കാൾ കൂടുതൽ കാലം. എന്തുകൊണ്ട് നമുക്ക് വേഗതയേറിയ ഒരു റോക്കറ്റ് നിർമ്മിച്ചുകൂടാ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. പ്രശ്നം ഇന്ധനത്തിലാണ്. ഒരു വാഹനത്തെ വേഗത്തിലാക്കാൻ കൂടുതൽ ഇന്ധനം വേണം. എന്നാൽ ആ അധിക ഇന്ധനത്തിൻ്റെ ഭാരം തന്നെ വാഹനത്തെ കൂടുതൽ സാവധാനത്തിലാക്കും. ഇത് ശാസ്ത്രജ്ഞർ ടിറാൻഡ് ഇക്വേഷൻ എന്ന് വിളിക്കുന്ന ഒരു അടിസ്ഥാന പ്രശ്നമാണ്. രാസ ഇന്ധനം ഉപയോഗിക്കുന്ന ഒരു റോക്കറ്റിന് ഈ ദൂരം സഞ്ചരിക്കാൻ ആവശ്യമായ ഇന്ധനത്തിൻ്റെ അളവ് പ്രായോഗികമായി അസാധ്യമാണ്. ഭൗതികശാസ്ത്രത്തിൽ ഒരു അടിസ്ഥാന നിയമമുണ്ട്. പിണ്ഡമുള്ള ഒരു വസ്തുവിന് പ്രകാശവേഗതയിൽ എത്താൻ കഴിയില്ല. ഒരു വസ്തു വേഗത്തിലാകും തോറും അതിനെ കൂടുതൽ ത്വരിതപ്പെടുത്താൻ ആവശ്യമായ ഊർജം കുത്തനെ ഉയരും. പ്രകാശവേഗതയോട് അടുക്കുമ്പോൾ ഈ ഊർജം അനന്തമായി മാറും. ഇതുകൊണ്ടാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് പ്രകാശവേഗതയുടെ 10% അല്ലെങ്കിൽ 20% വരെ എത്തുന്നതുപോലും നിലവിലെ സാങ്കേതികവിദ്യയ്ക്ക് അതിർത്തിയായ ഒരു വെല്ലുവിളിയാണെന്ന്. ശാസ്ത്രജ്ഞർ ഈ പ്രശ്നം പരിഹരിക്കാൻ പല ആശയങ്ങളും മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഒന്ന് ന്യൂക്ലിയർ പൾസ് പ്രൊപ്പൽഷനാണ്. ചെറിയ നിയന്ത്രിത സ്ഫോടനങ്ങൾ ഉപയോഗിച്ച് ഒരു വാഹനത്തെ മുന്നോട്ട് തള്ളുന്ന ആശയം. 1950കളിൽ പ്രോജക്റ്റ് ഓറിയോൺ എന്ന പേരിൽ ഇത് ഗൗരവമായി പഠിക്കപ്പെട്ടിരുന്നു. ഈ രീതി സൈദ്ധാന്തികമായി പ്രകാശവേഗതയുടെ 3 മുതൽ 5% വരെ എത്താൻ സഹായിക്കുമെന്ന് കണക്കാക്കപ്പെടുന്നു. എന്നാൽ ഇതിപ്പോഴും പ്രായോഗിക പരീക്ഷണത്തിലേക്ക് എത്തിയിട്ടില്ല. കൂടുതൽ ആധുനികമായ ഒരു ആശയമാണ് ലൈറ്റ് സെയിൽ സാങ്കേതികവിദ്യ. ഭൂമിയിൽ നിന്ന് ശക്തമായ ലേസർ ബീമുകൾ ഉപയോഗിച്ച് ഒരു നേർത്ത പ്രതിഫലിക്കുന്ന കപ്പലിനെ അതിവേഗം ത്വരിതപ്പെടുത്താം. ബ്രേക്ക് ത്രൂ സ്റ്റാർ ഷോട്ട് എന്ന യഥാർത്ഥ പദ്ധതി ഈ ആശയം ഉപയോഗിച്ച് ചെറിയ പേടകങ്ങളെ പ്രകാശവേഗതയുടെ 20% വരെ എത്താൻ ലക്ഷ്യമിടുന്നു. ഈ വേഗതയിൽ ഒരു ചെറിയ പേടകത്തിന് പ്രോക്സിമ സെന്റോറിയിൽ വെറും 20 വർഷങ്ങൾ കൊണ്ട് എത്താൻ കഴിയും. എന്നാൽ ഇതൊരു മനുഷ്യനെ വഹിക്കാൻ കഴിയാത്ത ചെറിയ ചിപ്പ് വലുപ്പമുള്ള ഒരു പേടകത്തിന് മാത്രമാണ്. ഒരു മനുഷ്യനെ വഹിക്കുന്ന ഒരു യാത്ര തികച്ചും വ്യത്യസ്തമായ വെല്ലുവിളികൾ അവതരിപ്പിക്കുന്നു. ഭക്ഷണം, വെള്ളം, വായു ഇവയെല്ലാം വർഷങ്ങളോളം, ചിലപ്പോൾ തലമുറകളോളം നിലനിർത്തേണ്ടി വരും. ബഹിരാകാശ വികിരണം ശരീരത്തിന് ദീർഘകാല ദോഷം വരുത്തും. ഭാരമില്ലായ്മ എല്ലുകളെയും പേശികളെയും ദുർബലമാക്കും. ഏറ്റവും വലിയ വെല്ലുവിളി ഒരുപക്ഷെ മാനസികമായതാണ്. ഒരു ചെറിയ ലോഹ പേടകത്തിനുള്ളിൽ വർഷങ്ങളോളം ഒരു ചെറിയ കൂട്ടം ആളുകളുമായി മാത്രം ജീവിക്കുക എന്നത്. ഈ പ്രശ്നത്തിനൊരു നിർദ്ദിഷ്ട പരിഹാരം ജനറേഷൻ ഷിപ്പ് എന്ന ആശയമാണ്. ആയിരക്കണക്കിന് ആളുകളെ വഹിക്കുന്ന ഒരു ഭീമൻ പേടകം തലമുറകളോളം സഞ്ചരിക്കുന്നത്. യാത്ര ആരംഭിക്കുന്നവരുടെ കൊച്ചുമക്കൾ അല്ലെങ്കിൽ അവരുടെ കൊച്ചുമക്കൾ മാത്രമായിരിക്കും ലക്ഷ്യസ്ഥാനത്തെത്തുന്നത്. ഈ പേടകത്തിനുള്ളിൽ ഒരു സമ്പൂർണ്ണ ആവാസ വ്യവസ്ഥ നിർമ്മിക്കേണ്ടി വരും. ഭക്ഷണം വളർത്താനുള്ള ഇടം, ജല പുനരുപയോഗ സംവിധാനങ്ങൾ, ഒരു മുഴുവൻ സമൂഹത്തിനും ജീവിക്കാനുള്ള സാമൂഹിക ഘടന. ഇവിടെ ഐൻസ്റ്റീൻ്റെ ആപേക്ഷികതാ സിദ്ധാന്തം ഒരു കൗതുകകരമായ സാധ്യത അവതരിപ്പിക്കുന്നു. പ്രകാശവേഗതയോട് അടുത്ത വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ സമയം സഞ്ചാരിക്ക് വേണ്ടി സാവധാനത്തിലാകും. ഇതിനെ ടൈം ഡൈലേഷൻ എന്ന് വിളിക്കുന്നു. സൈദ്ധാന്തികമായി പ്രകാശവേഗതയുടെ 99% വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു യാത്രികന് കുറച്ചു വർഷങ്ങൾ മാത്രമേ അനുഭവപ്പെടൂ. എന്നാൽ ഭൂമിയിൽ
ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കടന്നുപോയിരിക്കും. അവർ മടങ്ങി വരുമ്പോൾ അവരുടെ ലോകം തന്നെ ഇല്ലാതായിരിക്കും. ചില ശാസ്ത്രജ്ഞർ തികച്ചും സൈദ്ധാന്തികമായ മറ്റൊരു സാധ്യതയെക്കുറിച്ച് ചിന്തിക്കുന്നു. വേം ഹോൾ. സ്ഥലകാലം തന്നെ വളച്ച് രണ്ടു വിദൂര ബിന്ദുക്കളെ ബന്ധിപ്പിക്കുന്ന ഒരു കുറുക്കുവഴി എന്ന ആശയം. ഐൻസ്റ്റീൻ്റെ സമവാക്യങ്ങൾ ഇത് ഗണിതശാസ്ത്രപരമായി അസാധ്യമല്ല എന്ന് സൂചിപ്പിക്കുന്നു. എന്നാൽ ഇത് നിലനിൽക്കുന്നു എന്നതിന് ഇതുവരെ ഒരു തെളിവുമില്ല. ഇത് നിലനിർത്താൻ ആവശ്യമായ ഊർജവും വസ്തുക്കളും നമ്മുടെ നിലവിലെ ധാരണയ്ക്കപ്പുറമാണ്. ഈ എല്ലാ വെല്ലുവിളികളും അറിഞ്ഞിട്ടും ശാസ്ത്രജ്ഞർ എന്തുകൊണ്ടാണ് ഇപ്പോഴും ഈ സാധ്യതകൾ പഠിക്കുന്നത്? കാരണം മറ്റു നക്ഷത്ര വ്യവസ്ഥകളിൽ ഭൂമിയോട് സാമ്യമുള്ള ഗ്രഹങ്ങളുണ്ടെന്ന് നമുക്കിപ്പോൾ അറിയാം. പ്രോക്സിമ സെന്റോറി ബി പോലുള്ള ഗ്രഹങ്ങൾ ജീവന് അനുയോജ്യമായ മേഖലയിൽ സ്ഥിതി ചെയ്യുന്നു. ഈ അറിവ് തന്നെ മനുഷ്യരാശിയെ മുന്നോട്ട് നോക്കാൻ പ്രേരിപ്പിക്കുന്നു. ഒരുപക്ഷെ നമ്മുടെ തലമുറയ്ക്കല്ല, എന്നാൽ ഭാവി തലമുറകൾക്കായി. ഒരുപക്ഷെ മനുഷ്യർ ഒരിക്കലും മറ്റൊരു നക്ഷത്ര വ്യവസ്ഥയിൽ കാലുകുത്തില്ല. ഈ ദൂരം നമ്മുടെ സാങ്കേതികവിദ്യ എത്ര പുരോഗമിച്ചാലും മറികടക്കാൻ കഴിയാത്തതായിരിക്കാം. എന്നാൽ ഇതൊരു പരാജയമായി കാണേണ്ടതില്ല. നമുക്ക് നേരിട്ടവിടെ എത്താൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മുടെ പേടകങ്ങൾക്കും ദൂരദർശിനികൾക്കും അവിടേക്ക് നോക്കാൻ കഴിയും. ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനി പോലുള്ളവ ഇതിനകം തന്നെ ദൂരെയുള്ള ഗ്രഹങ്ങളുടെ അന്തരീക്ഷം പഠിക്കുന്നു. ഈ അപാരമായ ദൂരം നമ്മെ ചെറുതാക്കുന്നു എന്ന് തോന്നാം. എന്നാൽ യഥാർത്ഥത്തിൽ ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ഭൂമി എത്ര അമൂല്യമാണ് എന്നാണ്. ദശലക്ഷക്കണക്കിന് നക്ഷത്രങ്ങൾക്കിടയിൽ നമുക്കറിയാവുന്ന ജീവൻ നിലനിൽക്കുന്ന ഒരേയൊരു ഇടം ഇതാണ്. ഒരുപക്ഷെ നക്ഷത്രങ്ങൾക്കിടയിലെ ഈ ദൂരം താണ്ടാൻ നമുക്കൊരിക്കലും കഴിഞ്ഞേക്കില്ല. എന്നാൽ ആ ചോദ്യം ചോദിക്കാനുള്ള ജിജ്ഞാസ തന്നെയാണ് മനുഷ്യനെ മറ്റെല്ലാ ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. പ്രപഞ്ചത്തിൻ്റെ അതിരുകളെക്കുറിച്ചുള്ള കൂടുതൽ കഥകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.